ഹലോ. അപ്പോൾ നമുക്കിന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ. ഇന്ന് ലഞ്ച് ബോക്സിന് അധികം സ്പെഷ്യലായിട്ടുള്ളൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഏതെങ്കിലും ഒരു കറി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമേ അമ്മ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കറി എടുക്കുന്നതും വയ്ക്കുന്നതും അപ്പോൾ ഇങ്ങനെ ഞാൻ ഇളക്കിയിട്ട് വെക്കുമല്ലോ. അപ്പോൾ ചിന്നു എന്നോട് ചോദിച്ചു, എനിക്ക് ദേഷ്യം വരും അത് കാണുമ്പോൾ, ഈ ഇളക്കിയിട്ട് വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്ന് ചിന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞത് ഇളക്കിയിട്ട് വെക്കണം, ശരി, അങ്ങനെ വെക്കുമ്പോൾ ആ എണ്ണ എല്ലാം റെഡിയാക്കി വരും. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് തന്നെ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, പുള്ളിക്കാരി വേറൊരു കാര്യം കൂടി പറഞ്ഞേ. നേരാണ് കേട്ടോ, സത്യമാണ്. ഈ ലഞ്ച് ബോക്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് കൊതി വരും കേട്ടോ. നല്ല കൊതി വരുന്നുണ്ട് എനിക്ക്. ലഞ്ച് ബോക്സ്, ചിക്കുവിൻ്റെ ലഞ്ച് ബോക്സ് കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്റ് ആണല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് മറ്റൊരാളതിൽ ഇമ്പ്രസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ കറി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചെമ്മീൻ മെഴുക്കുരുട്ടി പറഞ്ഞിട്ടാണ് കുറച്ച് മുമ്പ് വെച്ചത്. അത് തേങ്ങാക്കൊത്തിട്ടിട്ട് നല്ലോണം ഇങ്ങനെ മെഴുക്കുരുട്ടി എടുത്തതാണ്, എണ്ണയിൽ തന്നെ. അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല. ചെമ്മീനിന് ശരിക്കും പറഞ്ഞാൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ച് വേവിക്കണം. അത്രയ്ക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ചെറുതീയിൽ നല്ല എണ്ണ ഒഴിച്ച് വെച്ചാലും അത് വേഗമൊക്കെ ചെയ്യും. പിന്നെ ആ വെച്ചത് പൂളാൻ വറുത്തതാണേ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആസ് യൂഷ്വൽ മുട്ട വറുത്തതുണ്ടാവും. അതില്ലാത്തൊരു പരിപാടിയില്ല. മുട്ട എനിക്ക് മസ്റ്റാണ്. കാരണം അത് എല്ലാ കറിയുടെ കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ അത് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ കറിയെല്ലാം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.